എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളായിട്ട് സിബിച്ചിൻ്റെ കേരളത്തിലെ യാത്രകളിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് അവധിയായിട്ട് നാട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ടാൽ നമ്മൾ കോഴിക്കോട് പോയി, കൊച്ചിയിൽ പോയി, കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടിലേക്ക് പോയി, കോഴിക്കോട് നിന്ന് നമ്മൾ വയനാട് വഴി ഊട്ടിക്കുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ടൗണിൽ നിന്ന് നമ്മൾ തിരിച്ച് വയനാടിന് പോകണമെങ്കിൽ കൊടുവള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ കടന്നു പോകണം. ഈ കൊടുവള്ളി എന്ന് പറഞ്ഞ ടൗണിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ബിസിനസ് നടക്കുന്ന ഒരു നഗരമാണ് ഈ കൊടുവള്ളി എന്ന് പറഞ്ഞ ടൗണ്. ഈ ഒരു കൊടുവള്ളി ടൗണിലെ ഈ ബ്ലോക്ക് കടന്നു പോവാതെ നമുക്ക് ഒരിക്കലും വയനാട്ടിലോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശരിക്കും ഈ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന മെഡിക്കൽ കോളേജിലോട്ട് വരുന്ന വാഹനങ്ങളായാലും ഏത് വണ്ടികളാണെങ്കിലും ഈ കൊടുവള്ളി ടൗണിൽ വന്നിട്ടുള്ള ഈ കുപ്പിക്കഴുത്തിൽ കുടുങ്ങി കിടന്നിട്ട് മാത്രമേ നമുക്ക് വയനാട്ടിലോട്ടോ അല്ലെങ്കിൽ ടൗണിലോട്ടോ തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനൊക്കെ ഒരു ബൈപ്പാസൊക്കെ പണിത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദീർഘദൂരത്തിൽ പോകുന്ന യാത്രക്കാർക്ക് വളരെയധികം സൗകര്യവും സഹായവും ആവും. അതൊക്കെയാണ് ഗവൺമെൻറ് ശരിക്കും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ് പല വീഡിയോസും. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വളരെ വേഗത്തിൽ വയനാട്ടിൽ എത്തേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് നമ്മൾ അത്യാവശ്യം വയനാട്ടിൽ കറങ്ങാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഊട്ടിയിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളാണ് ഈ ഒരു യാത്രയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വയനാട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ താമരശ്ശേരി ചുരം ഇത്തിരിയോടെ പകൽവെട്ടത്തിൽ കയറണം എന്നൊക്കെ കരുതിയായിരുന്നത്. പക്ഷേ നമുക്ക് കോഴിക്കോട് ടൗണിലെ ബ്ലോക്കും കോഴിക്കോട് ടൗണിൽ നമ്മൾ ബീച്ചിൽ പോയിട്ടുള്ള ആ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരത്തിലോട്ട് ഞങ്ങൾ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. ഏകദേശം രാത്രി ഇതാ കാണുന്ന മലയുടെ മുകളിലാണ് താമരശ്ശേരി ചുരം. അപ്പോൾ നമ്മൾ അതിനെ കവർ ചെയ്ത് പോകാനായിട്ട് പോകുമ്പോൾ നമ്മളെ പല ലോറികളും കാര്യങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഈ പോകുന്ന ലോറീനെ നമ്മൾ താമരശ്ശേരി ചുരത്തിൽ വെച്ചിട്ടാണ് പിന്നീട് ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് കേട്ടോ. കാരണം നമ്മുടെ ഫ്രണ്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് നമുക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് താമരശ്ശേരി ചുരത്തിൽ. ഈ താമരശ്ശേരി ചുരത്തിന് പുതിയ ഒരു ബദൽ പാത നമ്മുടെ സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു തുരങ്ക പാത. ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ അണ്ടർഗ്രൗണ്ട് ടണൽ നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ വലത്തോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് തുരങ്ക പാതയൊക്കെ പോയിട്ട് നമ്മൾ കൽപ്പറ്റയിൽ എത്തും എന്നുള്ള രീതിയിൽ ആണ് ഡിസൈനിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 2030-35 ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഗൾഫിൽ പോയ സമയത്ത് നമുക്ക് തോന്നുമായിരുന്നു ഗൾഫിലെ പോലെ റോഡൊക്കെ നമ്മുടെ നാട്ടിൽ വരുമായിരുന്നെങ്കിൽ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് പോയിട്ട് നമ്മൾ യൂറോപ്പിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യൂറോപ്പിലെ രീതിയിൽ നമുക്ക് നാട്ടിൽ ഡ്രൈവ് ചെയ്യാനൊക്കെ സാധിച്ചായിരുന്നെങ്കിൽ എന്നാണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ലൈൻ ട്രാഫിക് കൃത്യമായിട്ട് നമുക്ക് യൂറോപ്പിൽ പാലിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ലൈൻ ട്രാഫിക്കിനോട് നമുക്ക് ആർക്കും താല്പര്യമില്ല. വിദേശത്ത് നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് ഓടിച്ചാലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ലൈൻ ട്രാഫിക്കൊക്കെ തെറ്റിച്ച് തന്നെയാട്ടോ ഓടിക്കുള്ളൂ. കാരണം ഈ ബ്ലോക്കിലൊക്കെ കിടന്ന് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇനിയിപ്പോൾ എല്ലാവരും വയലേഷൻ നടത്തുകയാണ്, എങ്കിൽ പിന്നെ നമുക്ക് നടത്തിയേക്കാമെന്ന് കരുതിയിട്ട് താമരശ്ശേരി ചുരം നമ്മൾ അടിച്ച് കയറി പോകാട്ടോ. രാത്രിയിലാണ്, മോളാണ് ക്യാമറമാൻ. പക്ഷേ നമ്മൾ ആദ്യം കണ്ട ആ ഒരു വണ്ടി ടാങ്കർ ലോറി നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഈ ടാങ്കർ ലോറിയെ നമുക്ക് അവർ വളരെ സ്പീഡ് കുറഞ്ഞാണല്ലോ പോവുള്ളൂ. അപ്പം നമുക്ക് അവരെ ഓവർടേക്ക് ചെയ്ത് പോകാതെ നിവൃത്തിയില്ല. ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ചുരമുണ്ട്. 9 ചുരം കിടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സമയമെടുക്കും ചുരം കയറാനായിട്ട്. വലിയ ബ്ലോക്കുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ സേഫായിട്ട് അങ്ങ് കടന്നു പോകും. ഇൻ കേസ് ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആവുമോ, അല്ലെങ്കിൽ ഈ ഓവർലോഡിൽ പോകുന്ന വണ്ടികൾ ഏതെങ്കിലും നിന്ന് പോവുമോ, വല്ല ടയർ പൊട്ടുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം ബ്ലോക്കായി. താമരശ്ശേരി ചുരത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയണ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം കൽപ്പറ്റ വരേക്കും അതുപോലെ തന്നെ താഴേക്ക് താമരശ്ശേരി അടിവാരം വരെയൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം മരം മറിഞ്ഞാലും അങ്ങനെയൊക്കെ താമരശ്ശേരി ചുരം ശരിക്കും പറഞ്ഞ യാത്രക്കാർക്കും അതുപോലെ തന്നെ ബസ് ഡ്രൈവേഴ്സിനൊക്കെ ആയാലും വളരെ ഭീകരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് താമരശ്ശേരി ചുരം. വേറെ ഒന്നുമല്ല, ഒരു ലൈനല്ലേ ട്രാഫിക് ഉള്ളൂ. അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഒരു വണ്ടിയുടെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് കിടന്നു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബ്ലോക്കിൽ കയറ്റത്തിങ്ങ കിടക്കേണ്ടതായിട്ട് വരിക.
താമരശ്ശേരി ചുരത്തിന്റെ 5-ാം വളവിന്റെ 5-ാമത്തെ ഹെയർ പിൻ ബെൻഡ് എന്ന് പറയുന്ന ഈ ബെൻഡ് ഉണ്ടോ, ഇവിടെ ഒരു റെസ്റ്റോറന്റ് പോലെ ഒരു സംവിധാനമൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴെന്നല്ല പണ്ടുകാല, പക്ഷെ നമുക്ക് വാഹനങ്ങളൊക്കെ നിർത്തി അത്യാവശ്യം പകലാണെങ്കിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ താമരശ്ശേരി ചുരം. മുകളിൽ നിന്നിട്ടാണെങ്കിലും അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, താഴെയാണെങ്കിലും നമുക്ക് 5-ാമത്തെ ആ 5-6 ആ നമ്പറിലാണ്, ഇൻ ബിറ്റ്വീൻ ആ ഏരിയ, ആ ഇതിലാണ് നമുക്ക് ഈ പറഞ്ഞ വ്യൂയിങ് പോയിന്റ് ഒക്കെ ആയിട്ടുള്ളത്. ഈവൻ വണ്ടി അവിടെ പാർക്ക് ചെയ്യാനും ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള കാവടിയൊന്നും സാധിക്കില്ല. കാരണം നമുക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പിംഗ് ഏരിയ ആണെങ്കിൽ നോൺ സ്റ്റോപ്പിംഗ് ഏരിയ തന്നെയാണ്. ഒരുപക്ഷെ ശരിക്കും ഈ ചുരത്തിൽ നമുക്കിങ്ങനെ വാഹനം പാർക്ക് ചെയ്യാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചുരത്തിൽ ബ്ലോക്കൊന്നും ഇല്ലാതെ കടന്നു പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒത്തിരി മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കടയും ഫുഡും നൈറ്റ് റൈഡൊക്കെ ആസ്വദിക്കുന്നവർക്ക്. പക്ഷേ വിദേശ രാജ്യങ്ങളെക്കാളും നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ ശരിക്കും താമരശ്ശേരി ചുരത്തിൽ പകല് പോകുമ്പോൾ കയറി നിന്ന് കണ്ട് നമുക്ക് കുരങ്ങുകളൊക്കെ ഒത്തിരി താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാവാറുണ്ട് സാധാരണ. അപ്പോൾ കൊച്ചുങ്ങൾക്കൊക്കെ അത് കണ്ട് കാണിക്കാനൊക്കെ സാധിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ വയനാട്ടിലോട്ടുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് കൃത്യസമയം പാലിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രികാലങ്ങളിൽ കുരങ്ങുകളോ അങ്ങനെയൊന്നും പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ താമരശ്ശേരി ചുരം കയറി മുകളിലേക്ക് കൽപ്പറ്റയിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ നാട്ടിൽ വന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡുകളായി മാറിയിട്ടുണ്ട്. കുണ്ടും കുഴിയൊക്കെയുള്ള മെയിൻ റോഡുകളിലെല്ലാം നല്ല അടിപൊളി റോഡുകളാണ് ഇപ്പോൾ. ഈവൻ എന്താ പറയുക, ഒരു ചെറിയ പോലും കട്ടറില്ലാത്ത നല്ല റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡും. വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഈവൻ നമ്മൾ UK ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഹില്ലി അല്ലെങ്കിൽ കൺട്രി സൈഡ് റോഡുകൾ എന്നാണ് പറയണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതിൽ മോശമായിട്ടുള്ള റോഡുകളുണ്ട് കേട്ടോ, പൊട്ടിപ്പൊളിഞ്ഞ പല റോഡുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചുരത്തിലൊക്കെ പണ്ട് കുണ്ടും കുഴിയും ബ്ലോക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. റോഡ് നല്ലതാണെങ്കിൽ തന്നെ നമുക്ക് പകുതിയോളം ഈസിയാണ് ഡ്രൈവിങ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ എല്ലാം തന്നെ അങ്ങനെയുള്ള ശരിക്കും താമരശ്ശേരി ചുരം ഇറ്റ്സ് ലുക്ക് ലൈക്ക് അടിപൊളി. രാത്രി ആയിരുന്നിട്ട് കൂടി തന്നെ ഞങ്ങൾ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ബെൻഡ്, 9-ാമത്തെ ബെൻഡ് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ബസ്സൊക്കെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഒരു കുഞ്ഞു വണ്ടി ഓപ്പോസിറ്റ് വരുമ്പോഴേക്കും എല്ലാവരും സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു, വീണ്ടും പിടിവിട്ട് പോകുന്നു. ബൈക്കുകളായിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, ബസ്സുകളായിക്കോട്ടെ. ഹെയർ ബെൻഡിലൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് 90 ഡിഗ്രി ഒക്കെ അല്ലേ തിരിയണേ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ അകത്തും ആ സ്പീഡൊന്നും ആരും കുറയ്ക്കാനൊന്നുമില്ല. അവരുടെ പുറകെ നമ്മൾ വെച്ച് പിടിച്ചങ്ങ് പോവുക, എങ്ങനെയും എത്രയും പെട്ടെന്ന് മുകളിൽ ചെല്ലുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോണത്. ഈ പോകുന്ന ടോറസ് ടിപ്പറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടണ്ണേജ് കയറ്റിയിട്ടാണ് ഈ കയറ്റം കയറി പോകുന്നത് കേട്ടോ. അവരും ഒരു ആവറേജ് സ്പീഡിലാണ് പോകുന്നത്. അവർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി മുകളിൽ നമ്മൾ പോയി വ്യൂ പോയിന്റിലൊന്ന് നിർത്തി നമുക്ക് കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളൊരു ആ ഒരു ആകാംക്ഷയെ തന്നെയാണ് പിടിവിട്ട് പോകണത് മുകളിലേക്ക്. അങ്ങനെ താമരശ്ശേരി ചുരത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തി. വണ്ടി അവിടെ നിർത്തി. റോങ് സൈഡിലോട്ടാണ് കയറ്റം കയറി വരുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്യണം. നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ലൈറ്റുകൾ കാണുന്നതൊക്കെ ചുരത്തിൻ്റെ പാതകളാണ്. പക്ഷേ പകലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഇടയിലുള്ള ആ ചുരത്തിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാമായിരുന്നു. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം അത്രത്തോളം അറിയില്ല. അപ്പോൾ വെൽക്കം ടു വയനാടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കേട്ടോ. വയനാട് കൽപ്പറ്റയാണ് ഫസ്റ്റ് ടൗൺ. കൽപ്പറ്റയിൽ പോയി നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൽപ്പറ്റയാണ് തീരുമാനിച്ചത്. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. കൂടാതെ ഗാന്ധി ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പൈസസിൽ നിന്ന് കയറിയിട്ട് സ്പൈസുകൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ UK പോരുമ്പോൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങി. ഗാന്ധി ഗ്രാമത്തിൻ്റെ എല്ലാ ഷോപ്പുകളും 24 hours വർക്ക് ചെയ്യുന്ന കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ രാത്രിയിൽ അവിടെ എത്തി വയനാട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഹോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ വേയിൽ കഴിച്ചു. പിന്നെ നമ്മൾ വയനാട് പോയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നില്ല.
വയനാട്ടിൽ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുന്ന് നമ്മൾ പിന്നെ വീണ്ടും കാടിൻ്റെ അകത്തൂടെയാണ് പിറ്റേ ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വയനാട് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു സ്ഥലത്ത് നമ്മൾ ഒത്തിരി തവണ പോയിട്ടുണ്ട്. ബാണാസുര ഡാമിൽ പോയിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി പൂക്കോട് തടാകത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെ കാഴ്ചകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ വീണ്ടും അടുത്ത എന്താ പറയുക ഗൂഡല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ടൗണ് ലക്ഷ്യമാക്കി യാത്രയാവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാനായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിച്ചെടി, ഏലച്ചെടി, അതുപോലെ തന്നെ കമുകി കൃഷി, വയനാടിൻ്റെ തനത് കൃഷികൾ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് കൃഷികളും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കൊച്ചിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ വനത്തിൻ്റെ അകത്തൂടെയാണ് യാത്ര. വനത്തിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കാട്ടുമൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണൊക്കെ പോയത്. നമുക്ക് ആകെ കാണാൻ സാധിച്ചത് ഈ വയനാടിൻ്റെ ഈ ഒരു സ്പാനിൽ നമുക്ക് കാണാൻ സാധിച്ചത് മാനുകളെ മാത്രമാണ് കേട്ടോ. അങ്ങനെ പോകുന്ന പോക്കിൽ ഞങ്ങൾക്ക് സംഭവിച്ച ഒരു കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ മാനിനെ കണ്ടപ്പോൾ വേഗം തന്നെ വാഹനം നിർത്തി. വണ്ടി നിർത്തിയിട്ട് ഞാൻ മക്കളെ കാണിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് റിവേഴ്സ് എടുത്ത സമയത്ത് നമ്മുടെ പുറകെ ഒരു ബൈക്കുകാരൻ ചേട്ടന്മാർ വരുന്നുണ്ടായിരുന്നു. അവർ വേഗം തന്നെ വണ്ടി ബ്രേക്ക് ചെയ്ത് അവരും വണ്ടി റിവേഴ്സ് എടുക്കാനായിട്ട് തുടങ്ങി. കാരണം ആനയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്ന് കരുതിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ചേട്ടന്മാർ വേഗം എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ മാനെ കണ്ടിട്ട് നിർത്തിയാന്ന് പറഞ്ഞ് പിന്നെ അവരും കടന്നുപോയി. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് എത്തി. തമിഴ്നാട് ബോർഡറിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് കുറച്ച് ചില കോംപ്ലിക്കേഷനുകൾ വന്നു. കാരണം നമുക്കറിയില്ലായിരുന്നു ഈ തമിഴ്നാട് നീലഗിരിയിലോട്ട് നമ്മൾ കടക്കണമെങ്കിൽ നമുക്ക് ഇ പാസ് വേണം ഒരു നിയമങ്ങൾ, പുതിയ നിയമമാണോ പഴയ നിയമമാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇ പാസ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇ പാസ് നമ്മൾ എടുക്കാതെയാണ് ചെന്നത്. പക്ഷെ ഓൺലൈനിലായിട്ട് അവർ സെക്യൂരിറ്റിക്കാരവിടെ നമ്മളെ തടഞ്ഞു വണ്ടികളൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയണേ ഇ പാസിനുള്ളത് ഓൺലൈനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തു. അങ്ങനെ തമിഴ്നാടിൻ്റെ ഇ പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കാനായിട്ട് സാധിച്ചുള്ളൂ കേട്ടോ. ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലോട്ട് പോകുമ്പോൾ പോലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. യൂറോപ്പിൽ നമുക്കിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ 4 രാജ്യങ്ങൾ, യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ 4 സ്ഥലത്തോട്ട് പോകുമ്പോഴും ബോർഡർ സെക്യൂരിറ്റിയോ ഒന്നുമില്ല. ജസ്റ്റ് ഓരോ രാജ്യങ്ങളാണ്. വെയിൽസ് ഒരു രാജ്യമാണ്, അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡ് ഒരു രാജ്യമാണ്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ സ്കോട്ട്ലാൻഡ് പോകുന്ന സമയത്തൊക്കെ സ്കോട്ട്ലാൻഡിൻ്റെ ബോർഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഒരു റോഡങ്ങ് കടന്നു പോകുന്നു. അവിടെ ഒരു കല്ലേൽ അവർ കുത്തി വെച്ചിട്ടുണ്ട്, സ്കോട്ട്ലാൻഡ് ഇതാണ്, ഇംഗ്ലണ്ട് ഇതാണെന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്കിവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കടക്കാൻ പോലും നമുക്ക് എത്രയോ ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ ബാക്കിൽ ഡിക്കി സ്പേസൊക്കെ അവർ ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നു. അതുപോലെ തന്നെ എത്ര പേര് പോകുന്നുണ്ട്, എത്ര പാസഞ്ചേഴ്സ് പോകുന്നുണ്ട്, എന്തൊക്കെയാണ് ചെക്കിങ്. വല്ലാത്തൊരു നിയമങ്ങൾ ഭയങ്കരമായിട്ട് കർക്കശമാണ്. ഓരോ മനുഷ്യനെയും നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ അത് നിയമത്തിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് ഉള്ള രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. അടുത്ത സ്വീകരണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഡല്ലൂരാണ്. ഈ ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടികളും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റേതായിട്ടുള്ള നമ്മളൊരു മൂന്നാർ ചെന്ന അല്ലെങ്കിൽ വാഗമണ്ണ് ചെന്ന ഒരു പ്രതീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തേയിലക്കൃഷി നല്ല കൃത്യമായിട്ട് നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ നടുക്കിടെയാണ് നമ്മൾ പോണത്. ആദ്യം തുടങ്ങിയപ്പോൾ കാപ്പിച്ചെടികളായിരുന്നു കേട്ടോ. ആ കാപ്പിച്ചെടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടങ്ങ് പോകും തോറും പിന്നെ നമ്മൾ മൂന്നാറിൽ കാണുന്ന അതുപോലെ തന്നെയുള്ള തേയില കൃഷികൾ, പിന്നെ തേയില നുള്ളുന്ന ചേച്ചിമാർ, വണ്ടികൾ, അങ്ങനെ അവരുടെ ആ റോഡ് സൈഡിലുള്ള കുഞ്ഞിക്കടകൾ. ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് നമ്മൾ മൂന്നാർ ടൗണിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ആ ഒരു തേയിലത്തോട്ടങ്ങൾക്കിടെ പോകുന്ന അതേ ഒരു ഫീലിങ്സ് ആട്ടോ കണ്ടത്. ദേവർഷോളയാണ് അങ്ങനെ എന്തോ ഒരു കാര്യം. ഇവരുടെ ഈ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് അങ്ങനെ ഒരു ടൗണിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ടൗൺ എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ സിറ്റി ആണെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ തേയിലയുടെ ഇതുകൊണ്ട് ഇങ്ങനെ ആ ദേവർഷോള എന്നിങ്ങനെ വെട്ടി വെച്ചേക്കണ എൻഗ്രേവ് ചെയ്തേക്കണ പോലെ തേയില കൊണ്ട് ചെയ്ത ഒരു സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളിൽ ഇതുപോലെ നമുക്ക് ഇറങ്ങി നിന്ന് തേയിലത്തോട്ടങ്ങളോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഈ തേയിലയിൽ നിന്നാണ് നമ്മൾ ചായ കുടിക്കുന്ന ചായപ്പൊടി ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള സെറ്റപ്പ് നമുക്ക് കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. കാര്യം അത്യാവശ്യം നല്ല ദൂരമുള്ള യാത്രയാണെങ്കിൽ പോലും യാത്രയുടെ ഇടയിൽ ഇങ്ങനെ ഓരോരോ കുഞ്ഞു സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മളവിടെ നിർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, വീണ്ടും അടുത്ത ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നിർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. നമ്മളെപ്പോലെ തന്നെ ഈ ബൈക്കിൽ വരുന്നവരും കാറിൽ വരുന്നവരും
ഒക്കെ ഇതുപോലെ ഓരോ ലൊക്കേഷൻ ചെല്ലുമ്പോഴും വണ്ടികൾ നിർത്തിയിട്ട്, കാരണം ഈ എന്താണ് പറയുക, ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുന്നത്. കാണാത്തവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു. നീലഗിരിയുടെ താഴ്വരകൾ എന്ന് പറയുന്ന ഏരിയകളാണ് ഗൂഡല്ലൂരിൽ നിന്നാണെന്ന് എനിക്ക് തോന്നണത്. കാരണം നമ്മൾ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പോകുന്ന റൂട്ടുകൾ മുഴുവൻ നീലഗിരി ഹിൽസിൻ്റെ കീഴിൽ വരുന്ന ഏരിയകളാണ്. ഗൂഡല്ലൂർ ചെന്നതിന് ശേഷമാണ് നീലഗിരിക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വനം കഴിഞ്ഞതിന് ശേഷം തേയിലത്തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഡല്ലൂർ ടൗണിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നാണ് നീലഗിരിയിലോട്ട് നമ്മൾ പോകേണ്ടത്. നല്ല ഹെയർ പിന്നുകളും വളവുകളും ഒക്കെയുള്ള റോഡുകളാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഈ ഗൂഗിൾ മാപ്പിൽ നോക്കി കാണാൻ പറ്റും. പോലെ ഒക്കെയാണ്, റായൊക്കെ പോലെ ഉള്ള ഒരു റോഡാണ് നമ്മുടെ ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള റോഡ്. ഹൈവേ എന്നൊക്കെയാണ് പേര്, പക്ഷേ എത്രത്തോളം വലിയ റോഡാണെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. കാരണം പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ തിരക്കില്ല, വാഹനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ചെറിയ ചെറിയ വാഹനങ്ങൾ, നല്ല ഈ ടൂറിസ്റ്റുകളാണ് അധികം ഇതിലേക്ക് യാത്ര ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളവും തിരിവുമാണ്, നല്ല റബ്ബറൈസർ റോഡുമാണ്, കുഴപ്പമില്ല. ഈ ഏരിയകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ്. പക്ഷേങ്കിൽ നമ്മൾ കുറേയോടെ അങ്ങ് ചെന്നതിന് ശേഷം തമിഴ്നാടിൻ്റെ ഗൂഡല്ലൂർ ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും മോശം റോഡുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി അധികം സ്ഥലങ്ങളിൽ മോശം റോഡുകൾ നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാ സ്ഥലത്തും ഒരുപോലത്തെ റോഡുകളൊന്നും എല്ലാ സമയത്തും കിട്ടിയെന്നൊന്നും വരുമല്ലോ. ചിലപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ റിപ്പയർ ചെയ്ത് സെറ്റാക്കുമായിരിക്കും. എന്തായാലും നമ്മൾ പോയ സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം മോശം റോഡുകളുണ്ട്. പക്ഷേ ഈ ഒരു ഹെയർ പിന്നുകൾ വളവുകളുള്ള സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളി റോഡുകളാണ്. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അതേസമയം സിറ്റിക്കകത്ത് ഗൂഡല്ലൂർ ടൗണിൻ്റെ അകത്ത് അത്യാവശ്യം കുണ്ടുകുഴികളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഗൂഡല്ലൂർ ടൗണാണ്. ഈ ഗൂഡല്ലൂർ ടൗണിൻ്റെ അകത്തുള്ള അനധികൃത പാർക്കിങ്ങും അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കുന്ന ടൈപ്പിലാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ അവർ ഡിസൈൻ ചെയ്തേക്കണം. അതുപോലെ തന്നെ ആ ടൗണിൻ്റെ നടുക്ക് നല്ല കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അതൊക്കെ റിപ്പയർ ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോവാം. നിങ്ങൾ നോക്കിയാൽ കാണാൻ ആയിട്ട് സാധിക്കും. നമ്മളിപ്പോൾ അവരുടെ കുറ്റവും കുറവും പറയാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയണം. പക്ഷേ എങ്കിൽ നമ്മുടെ നാട്ടിലൊരു കുഞ്ഞു കുഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. തമിഴ്നാട്ടിലെ റോഡുകൾ നമ്മുടെ നാട്ടുകളെ നോക്കുമ്പോൾ മോശം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പാലക്കാട് നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്കത് ശരിക്കും ഫീൽ ചെയ്തു. നമ്മുടെ കേരളത്തിലോട്ട് കടക്കുന്ന ലൈൻ ട്രാഫിക്കും അതുപോലെ തന്നെ കോയമ്പത്തൂർ ടൗണിലൊക്കെ ഞങ്ങൾ പോയ സമയത്ത് വളരെ റഷും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പല റോഡുകളും അവിടെ കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ കേരളത്തിലും ടൗണുകളിലൊക്കെ ഇപ്പോൾ നല്ല അടിപൊളി റബ്ബറൈസർ റോഡുകളായിട്ടുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടൗണുകളിലൊന്നും നമുക്ക് പാർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും, റോഡ് ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അനധികൃതമായിട്ടുള്ള ഒരു പാർക്കിങ്ങും ഒരു സംവിധാനവും റോഡിൽ അവർ സമ്മതിക്കില്ല. അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടൗണ് കടന്നു പോകണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബ്ലോക്ക് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ ഗൂഡല്ലൂരിൽ നിന്ന് പോകുന്ന വഴിയിൽ ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ നീലഗിരിയിലോട്ടുള്ള ദൂരം ഇതുപോലെ തന്നെ ഹെയർ പിന്നുകളും ഹെയർ ബെൻഡുകളും ഒക്കെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള റോഡുകളാണ്. ഈ പോകുന്ന വഴിയിൽ നമുക്ക് കുറേ കുരങ്ങളെയൊക്കെ അത് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ യുക്കാലി മരങ്ങൾ നമ്മുടെ ഈ മറയൂർ കാന്തല്ലൂർ ഭാഗത്തേക്ക്, മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന അതിലും ഭംഗിയുള്ള രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഗൂഡല്ലൂരിൽ നിന്ന് നീലഗിരിക്ക് പോകുന്ന ഒരു മെയിൻ ഹൈവേയുടെ വീതിയാട്ടോ ഈ കാണുന്നത്. നിങ്ങൾ നോക്കി. അപ്പോൾ നമ്മുടെ നാടിനെ നമ്മൾ എപ്പോഴും ഇകഴ്ത്തി പറഞ്ഞ് മറ്റുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭീകരതാവസ്ഥ മനസ്സിലാവുന്നത്. ഇപ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ പണിയുന്ന ഹൈവേ അതുപോലെ തന്നെ മലയോര ഹൈവേ ഒക്കെ നമുക്ക് ഇതിലും കൂടുതൽ വീതിയുണ്ട്. അതുപോലെ തന്നെ നല്ല ലൈൻ മാർക്കിങ്ങുകളൊക്കെ ഉള്ള സ്ഥലമാണ്. വീണ്ടും തേയിലത്തോട്ടത്തിൽ വണ്ടിക്ക് സ്റ്റോപ്പ്, വീഡിയോ, വേറെ ഇതില്ല. തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ ഇതുപോലെ നല്ല തണുപ്പാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മൾ കുറേ യാത്ര ചെയ്ത് കഴിയുമ്പോൾ മടുക്കുമല്ലോ. മക്കളെയൊക്കെ ഒന്ന് നിർത്തി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ഇറങ്ങി. ഇവിടെ പക്ഷേ കുരങ്ങുകളുടെ ഉപദ്രവമോ അല്ലെങ്കിൽ കുരങ്ങുകൾ നമ്മളെ ആക്രമിക്കാനൊന്നും വന്നില്ല. പക്ഷേ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കുരങ്ങുകളെ നമുക്ക് കുറേയധികം കാണാനായിട്ട് സാധിച്ചു. നമ്മളവിടെ നിർത്തി അവർക്ക് പഴം കൊടുത്തു. ഊട്ടിയിലോട്ട് നമ്മൾ അടുക്കും തോറും തണുപ്പ് നമുക്ക് അത്യാവശ്യം ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അതികഠിനമായിട്ടുള്ള ചൂടാണെങ്കിൽ ഊട്ടിയിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര തണുപ്പായിട്ടുള്ളൊരു
ഫീലിങ്സ് ആയിരുന്നല്ലോ പണ്ടത്തെ കാലത്തൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഈ യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുകയെന്ന് വെച്ചാൽ തണുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്നാൽ വലിയ തണുപ്പൊട്ടില്ല താനും. അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാം. ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു തണുപ്പിലേക്ക് എത്തി. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ യൂക്കാലി മരങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ വരെയുള്ള ലെങ്ത്തിൽ ഇങ്ങനെ റോഡിന് സൈഡിൽ ഇരുവശത്ത് 1-2 കിലോമീറ്റർ ദൂരത്തിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള യൂക്കാലി മരങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞു മരങ്ങളൊന്നുമല്ല, നല്ല പൊക്കത്തിൽ. എനിക്ക് തോന്നുന്നത് അവർ ഈ ഏരിയയിൽ ഇതിനു വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നതാണോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ കാറൊക്കെ ഇറങ്ങി പോകണ്ടോ, നല്ല കട്ടറുള്ള റോഡാട്ടോ. കുണ്ടും കുഴിയൊക്കെ ആയിട്ട് നമ്മളിതിലെ അവരവിടെ ടൈല് ഒക്കെ ഇട്ടിട്ടുണ്ട്. ടൈല് പാകിയേക്കണത് പോലും പൊളിഞ്ഞു പോകുന്ന. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല മഴക്കാലത്ത് റോഡ് വെള്ളം കുത്തി ഒലിച്ച് വന്ന് പൊളിഞ്ഞു പോകുന്ന റോഡാണിത്. നല്ല മലയാണല്ലോ ഇത്. നല്ല മലയുടെ മുകളിലേക്കുള്ള റോഡുകളാവുമ്പോൾ ഇങ്ങനെയുള്ള മോശങ്ങൾ സംഭവിക്കാം. അവർ റിപ്പയർ ചെയ്യുമായിരിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. യൂക്കാലി മരങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് എൻഡ് കാണാൻ പറ്റില്ല, കണ്ടെത്താത്ത ദൂരത്തോളം നീളത്തിലുണ്ട് അങ്ങേറ്റത്തേക്ക്. അപ്പോൾ നമ്മളവിടെ വാഹനത്തെ നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, റിലാക്സ് ചെയ്തു. കുട്ടികളൊക്കെ ആണെങ്കിലും 1-2 ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. കൂടല്ലൂർക്ക് കഴിഞ്ഞിട്ട് പോണ വഴിക്കുള്ളൊരു കാലി പ്ലാന്റേഷനാണ്. യൂക്കാലി മരങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ അങ്ങ് കയറ്റം കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റി. നമ്മൾ പറഞ്ഞ പോലെ വണ്ടി അവിടെ നിർത്തി അവർക്ക് പഴങ്ങൾ കൊടുത്തു. ഫാബിയനൊക്കെ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കുരങ്ങനെ കാണാൻ. നമ്മളെ പോലെ തന്നെ ഓരോ വണ്ടിക്കാരും അവിടെ നിർത്തി അതുങ്ങൾക്ക് ഫുഡും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ അതനുസരിച്ച് ഈ ഫുഡ് ഇട്ട് കൊടുക്കണോണ്ട് അവർ റോഡിലേക്ക് ശരിക്കും ഇറങ്ങി വന്ന് നമുക്കപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന് നമ്മളായിട്ട് തന്നെ അനുഭവിക്കണം എന്നുള്ള രീതിയിലാണ്. കാരണം അതുങ്ങൾ ഈ തീറ്റനെ പ്രതീക്ഷിച്ച് റോഡിലേക്ക് ഇറങ്ങി വരും. ഓവർ സ്പീഡിലൊക്കെ വരുന്ന വണ്ടികളാണെങ്കിൽ അതുങ്ങളെ ഇടിക്കും. എന്നിരുന്നാലും നമ്മൾ അവിടെ നിന്ന് കണ്ടോ, നിങ്ങൾ നോക്കി വളവുങ്ങിയൊക്കെ ഒത്തിരി എണ്ണം കുഞ്ഞുങ്ങളും തള്ളയടക്കം ഇറങ്ങി ഇങ്ങനെ റോഡിൽ ഇറങ്ങി വന്നിരിക്കും. അപ്പോൾ നമുക്ക് ഈവൻ ബ്രേക്ക് ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ അതുങ്ങളെ പോയി ഇടിക്കും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതിനെയൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഒരു ട്രിപ്പ് പോരാൻ സാധിച്ചതുകൊണ്ട്. ഗൂഡല്ലൂരിൽ നിന്ന് നീലഗിരി വരെ എത്തുന്ന സകല ലെഫ്റ്റും റൈറ്റും ഫുള്ള് ഈ തേയില കൃഷികളാണ്. തേയില കൊളുന്തെന്നല്ലേ നമ്മുടെ നാട്ടിൽ പറയുക. കൊളുന്ത് നുള്ളുന്ന ചേച്ചിമാരും അതുപോലെ തന്നെ കൊളുന്ത് കൊണ്ടുപോകുന്ന വണ്ടി, ഓപ്പൺ ആയിട്ടുള്ള ട്രാക്ടറിൻ്റെ പുറകിൽ കയറ്റിയിട്ടിട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ്. നമുക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റോഡ് അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ നീലഗിരി ഹിൽസിലേക്ക്, നീലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണല്ലോ. കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കാട്ടുപോത്തൊന്നുമല്ല, നാടൻ പോത്ത് തന്നെയാണ്. പക്ഷേ ഈ റോഡിൽ പുള്ളിക്കാരൻ റോഡിൻ്റെ നടുക്കാണ് അഭ്യാസം. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ മുന്നേ ചെന്നപ്പോൾ വീണ്ടും കുരങ്ങുകൾ റോഡിൻ്റെ നടുക്ക്. കാരണം ഇവർക്ക് ഭക്ഷണം എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന പ്രതീക്ഷിച്ചിട്ട് അവർ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. റോഡിൻ്റെ നടുക്ക് നിന്നിട്ടാണ് അഭ്യാസം കളി. അപ്പോൾ നമ്മൾ വലിയ സ്പീഡിലൊക്കെ വരുന്ന വണ്ടിക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇടിച്ച് അവർക്ക് അപകടം പറ്റാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇങ്ങനെ കയറ്റം കയറി അങ്ങ് ചെല്ലണ സമയത്ത് അവിടെ ഒരു വലിയൊരു ബോർഡൊക്കെ ആയിട്ട് അവർ എഴുതി വെച്ചേക്കാണ്, വെൽക്കം ടു ക്യൂൻ ഓഫ് ഹിൽസ് നീലഗിരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന നീലഗിരിയിലേക്കാണ് നമ്മൾ കയറി ചെല്ലണത് കേട്ടോ. നീലഗിരി ചെന്ന സമയത്ത് നമുക്ക് റോഡിന്റെ സൈഡിൽ ഇങ്ങനെയുള്ള കുറച്ച് കുതിരകൾ, കഴുതകൾ, അങ്ങനെയുള്ള കുറേ മൃഗങ്ങൾ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവർ വളർത്താനാണോ എന്ന് മറ്റേ അറിയത്തില്ല. എന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്നാലും നമുക്ക് വാഹനം കൃത്യമായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാനോ അതിനുള്ള പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ സംവിധാനങ്ങളൊന്നുമില്ല. എല്ലായിടത്തും ക്യാഷ് തന്നെ കൊടുക്കണം പലർക്കും. അപ്പോൾ ക്യാഷ് നമ്മൾ പോക്കറ്റിൽ ഇട്ട് കൊണ്ടുപോയി നടക്കാത്തവരാണെങ്കിൽ ശരിക്കും സ്ട്രഗിൾ ചെയ്യും. ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടിൽ പോലും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാർക്കിംഗ് സംവിധാനം ഒരിടത്തും ഇല്ല. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കുണ്ടും കുഴിയിലൊക്കെ കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ക്യൂൻ ഓഫ് ഹിൽസ്,
ക്യൂനോ ഹിൽസിലോട്ട് നമ്മൾ പ്രവേശിച്ചു. നീലഗിരിയാണ് ക്യൂനോ ഹിൽസ് എന്ന് പറയുന്നത്. അവിടുന്ന് നമ്മൾ ഊട്ടി ടൗണിലേക്ക് എത്തി. ഊട്ടി ടൗണിൽ നമ്മൾ പോയി അവിടുന്ന് കുറച്ച് വണ്ടിക്ക് ഡീസലൊക്കെ അടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു മോശം ഇതുണ്ടായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം വന്ന ഒരു വണ്ടിക്കാരൻ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ പെട്രോൾ അടിക്കാനായിട്ട് വണ്ടി, അതൊരു മലയാളിയുടെ ഒരു ട്രാവലറായിരുന്നു, അവർ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി നിർത്തി പെട്രോൾ അടിച്ചിട്ട് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം കാണാനായിട്ട് സാധിക്കില്ല. ആരാണ് മുമ്പിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തവൻ ആ സർവീസിന് വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ പെട്രോൾ ഫില്ല് ചെയ്യണത് നമ്മൾ ക്യൂവിൽ സ്വന്തമാണല്ലോ. അവിടെ പെട്രോൾ അടിച്ചു തരാനായിട്ട് ആരും ഒന്നും കടയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അടിക്കുക. അപ്പോൾ നമ്മുടെ ഒരാളുടെ സർവീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ പുറയിൽ വരുന്നവൻ എടുക്കാനായിട്ട്, ആ നോസിൽ എടുക്കാനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊട്ടി പട്ടണത്തിലേക്ക് എത്തി. ഊട്ടി പട്ടണത്തിൽ നമ്മൾ എത്തിയിട്ട് താമസിക്കാനായിട്ടുള്ള ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോട്ടൽ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ AC ഇല്ല, ഫാനും ഇല്ല. അപ്പോൾ അവിടുത്തെ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ചേട്ടാ AC ഫാനും ഇല്ലാത്ത റൂമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഊട്ടിയിൽ എന്തിനാണ് AC, ഊട്ടിയിൽ എന്തിനാണ് ഫാന് കൂട്ടുകാരാ, വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തണുപ്പ്, നിങ്ങൾ ബ്ലാങ്കറ്റിൻ്റെ അകത്ത് കയറി കിടക്കേണ്ട വരും എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഡിഗ്രി വരെ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 10 ഡിഗ്രി തണുപ്പിലോട്ടൊക്കെ പോവും. ഞങ്ങൾ ചെന്ന സമയത്ത് സീസണ് ഡിസംബറിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൈനസിലോട്ടൊക്കെ പോകുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ചെന്ന സീസണിൽ 10 ഡിഗ്രിയിലേക്കാണ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, അപ്പം നമുക്ക് എവിടെയെങ്കിലും AC ഉള്ള റൂം എടുക്കാനായിട്ട് പോവാം. കാരണം ഇവർ ഈ -ഡിഗ്രിയിൽ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് 10 ഡിഗ്രി എന്ന് പറയുന്നത് എന്തോ പിള്ളേർക്ക് എന്തോ തമാശ കേൾക്കുന്ന പോലെയായിട്ട് ഫീൽ ചെയ്തു. എന്നാലും ഈ ഒരു ഏടാകൂടത്തിലാണ് നമ്മൾ റൂം എടുക്കുന്നത് കേട്ടോ. എന്നാലും അവിടെ നമ്മൾ റൂം അവിടെ താമസിക്കാതെ ഞങ്ങൾ മേട്ടുപ്പാളയത്തേക്ക് ഊട്ടി കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. കോളേജിൽ നിന്ന് ഊട്ടി കൊടൈക്കനാൽ എന്നൊക്കെ പറഞ്ഞ് ടൂറ് പോകുമ്പോൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്തുള്ള ഇങ്ങനെയുള്ള ഈ കച്ചവട കടകളുണ്ടല്ലോ, എത്ര ഹരത്തോടു കൂടിയാണ് നമ്മൾ അന്ന് നമ്മുടെ ചെറുപ്പത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആസ്വദിച്ച് നമ്മളിതൊക്കെ ഭയങ്കര ഹരമായിട്ട് എൻജോയ് ചെയ്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം, ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ താമസിച്ചതിന് ശേഷം അവിടെ ചെന്ന് ഇത് കണ്ടപ്പോൾ ഈ ഒരു കാണുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഏരിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ കൗണ്ടി കൗൺസിലിൻ്റെ സാധാ ഒരു പാർക്ക്, കുഞ്ഞു പാർക്കിൻ്റെ ആ ഒരു വ്യാപ്തി പോലും ഇല്ലല്ലോ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ശരിക്കും ബൊട്ടാണിക്കൽ ഗാർഡൻ വലിയൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലുള്ളവർക്ക്. പക്ഷേ ഈ ബൊട്ടാണിക്കൽ ഗാർഡനേക്കാൾ കൂടുതൽ ഏരിയ ഇവിടെ കൗൺസിലുകാർ പാർക്കായിട്ട് വെറുതെ ചെടിപ്പുല്ല് പിടിപ്പിച്ചിട്ടിട്ടുണ്ട് ഈ യൂറോപ്പിൽ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, നമുക്കിടെ സ്ഥലത്തിൻ്റെ ദാരിദ്ര്യവും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇത്രയും ഗ്രീനറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം നമുക്ക് വളരെയധികം പൈസ മുടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇവരുടെ ഈ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ കയറിയതാണ് ഗ്ലാസ് ഹൗസ്, ഊട്ടിയിലെ ഗ്ലാസ് ഹൗസ്. ബൊട്ടാണിക്കൽ ഗാർഡനിലെ പൂക്കളൊക്കെ നിൽക്കുന്ന റോസ് ഗാർഡനും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഊട്ടി പട്ടണത്തിൽ ഈ പറഞ്ഞ പൊന്മാരി റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള റെസിഡൻസിയിൽ പോയി ഒരു ബിരിയാണിയും അതുപോലെ തന്നെ തൈര് സാദവും ഒക്കെ കഴിച്ച്, ഊട്ടിയിൽ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തൈര് സാദം കഴിക്കുന്നതാണല്ലോ. അങ്ങനെ തൈര് സാദമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മേട്ടുപ്പാളയത്തിലോട്ട് ഞങ്ങൾ വാഹനം എടുത്ത് വിടുകയാണ് ഉണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, ഊട്ടിയിൽ നമ്മൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ അകത്ത് നമുക്ക് നിവൃത്തിയില്ലായിരുന്നു കിടക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ മേട്ടുപ്പാളയത്തോട്ട് വിട്ടു. അപ്പോൾ ബൈ ഊട്ടി. ഈ കാണുന്ന ഗേറ്റ് കടന്ന് നമ്മൾ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം